ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് പറയുമ്പോൾ അൻസിലാൻ്റെയും മൈലാഞ്ചിയാണ്. ഞങ്ങളിവിടെ എത്തുമ്പോൾ സമയം വൈകിട്ടുണ്ടായിരുന്നു ഗൈസ്. കാരണം നല്ല മഴയായിരുന്നു. പിന്നെ അഫ്നയ്ക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഫിദയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോയതും അൻസില നല്ല റെഡിയായിട്ട് മുമ്പേ അവൾ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി ഗൈസ്. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ അച്ചാറും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഞങ്ങൾ വന്നിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കലായിരുന്നു പണി. കാരണം അവിടെയുള്ള എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ബോക്സൊക്കെ ഒന്ന് സെറ്റാക്കി നമുക്ക് ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സംസാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പാട്ടൊക്കെ സെറ്റായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വീഡിയോ എടുത്തില്ല. കാരണം നമ്മൾ കളിക്കുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലാൻ്റെ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ചെക്കനാണ് അവൾ എത്തി നോക്കണത്. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അവളുടെ മൈലാഞ്ചി തന്നെ വെക്കാൻ തുടങ്ങിയത്. മൈലാഞ്ചി വെക്കാൻ തുടങ്ങുമ്പോൾ തന്നെ 10 മണിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ മൈലാഞ്ചിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി കഴിച്ചു. ഓൾറെഡി ഒരുപാട് സമയം വൈകി വീട്ടിൽ നിന്നൊക്കെ ഫുള്ള് ഫോണായിരുന്നു. പിന്നെ ഞാനും ഫിദയും അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് 11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ബൈ.